അള്ളാനെ സ്നേഹിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ, അള്ളാനെ പേടിക്കാനേ നമുക്കറിയും. ഖുർആനിൽ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ അള്ളാഹുവിനെ ഭയപ്പെടാൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അതിനേക്കാൾ കൂടുതൽ അള്ളാഹിനെ സ്നേഹിക്കാനാ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് ഹുബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇഷ്ടം പോലെ നടത്താറുണ്ട്. റസൂലുള്ളാഹിയുടെ ഹുബ്ബ് നമ്മൾ ഇഷ്ടം പോലെ, മദ്ഹുർ റസൂൽ ഇഷ്ടം പോലെ നടത്താറുണ്ട്. അത് നടത്തണം. ഒരുപാട് വാനോളം ഉയർത്തി നമ്മൾ പറയണം. കാരണം അതിനും അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളുമില്ല എന്നതുകൊണ്ട്. പക്ഷെ എവിടെയെങ്കിലും ഹുബ്ബുള്ള എന്ന ടോപ്പിക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമ്മളോട് പറയുന്നുണ്ടോ? അതെവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്? ഹുബ്ബുള്ള എന്ന് പറയുന്ന ഒരു സാധനം ഖുർആനിൽ കിടക്കുന്നുണ്ട്. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അതിശക്തമായി അവർ അള്ളാഹുവിനെ പ്രണയിക്കുന്നവരാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്നേഹം നമുക്കുണ്ടെങ്കിൽ ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് ഏത് ക്രിക്കറ്റിന്റെ ലോകത്തിലാണ് നമ്മളെങ്കിലും എന്റെ അള്ളാഹുവാണ് വിളിക്കുന്നത് എന്ന തോന്നൽ നമുക്കുണ്ടാകും. ക്രിക്കറ്റ് കളി നമുക്ക് കാണാം, ഫുട്ബോൾ കളി കാണാം, കളിക്കാം. ഏറ്റവും കൂടുതൽ ഗോളുകൾ പിറക്കേണ്ടുന്ന കാലിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സുജൂദും റുക്കൂകളും പിറക്കേണ്ടത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഫുട്ബോൾ കളത്തിൽ ഇറങ്ങുമ്പോ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്നവർ നിങ്ങളായിക്കോ. പക്ഷെ അതോടൊപ്പം ഏറ്റവും വലിയതെന്റെ അള്ളാഹുവാണെന്ന് മനസ്സിലാക്കി ആ അള്ളാഹുവിലേക്ക് തിരിയാനുള്ള ഭാഗം കൂടി നമുക്കുണ്ടായിരിക്കണം എന്നതാണ്. യൂസുഫുൽ ഖർദാവി ലോകത്തോട് വിട പറഞ്ഞു പോയി. ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ്. ഖത്തറിലെ മഹാപണ്ഡിതൻ. അദ്ദേഹം ഈജിപ്ഷ്യൻ ആണെങ്കിലും അവസാന കാലഘട്ടം ഖത്തറിലായിരുന്നു. ഖത്തറിലെ ഫുട്ബോൾ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ അവിടുത്തെ ചക്രവർത്തിക്ക് പറഞ്ഞു കൊടുത്തതായിരുന്നു. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ യൂസുഫുൽ ഖർദാവി ഒരിക്കൽ എഴുതി വെച്ചൊരു ലേഖനത്തിലുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വലിയ ഫോട്ടോ കാണുകയാണ്. അതേതോ മാധ്യമത്തിൽ കണ്ടതാണ്. എന്താ കണ്ടത്? 70-80 നിലയുള്ള വലിയൊരു ലോകത്തിലെ വലിയൊരു ബിൽഡിങ്ങിന്റെ പണി നടക്കുമ്പോ അതിന്റെ ക്രെയിന് വലിയ നീണ്ട അവസ്ഥയിൽ പുറത്തേക്ക് തെറിച്ചു നിൽക്കുകയാണ്. അതിലേക്ക് സാധനം കയറ്റാനുള്ള ക്രെയിനാണ് നീണ്ടു നിൽക്കുന്നത്. ആ ക്രെയിനിന്റെ തലപ്പത്ത് ഏതോ ഒരു മനുഷ്യൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാപണ്ഡിതൻ എഴുതി, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് എവിടെ വെച്ച് നിസ്കരിക്കുമ്പോഴാണ്? മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോഴാണ്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഈ മനുഷ്യന്റെ ഈ നിസ്കാരം കാണുമ്പോ അതിനേക്കാൾ വലിയ പ്രതിഫലമായിരിക്കും അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുക എന്നതാണ്. കാരണം പണിക്കാരാണ്. മേത്ത് ചളിയൊക്കെ ഉണ്ടാകാം, പക്ഷെ ചളിയൊന്നും നജസൊന്നുമല്ല, നമ്മളോ മണ്ണിൽ നിന്നുണ്ടായതാണ്. ചില ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട്, മണ്ണുണ്ടായാൽ നിസ്കരിക്കാൻ പറ്റൂല. നജസ് എന്ന് പറഞ്ഞാൽ മണ്ണല്ല. ഒതു കിട്ടണില്ലെങ്കിൽ നമ്മള് ഒതുവിന് വെള്ളം കിട്ടണില്ലെങ്കിൽ ഉണ്ടാക്കേണ്ട സാധനം മണ്ണാണ്. അവിടെ നല്ല ശുദ്ധമായ മണ്ണുണ്ടാന്ന് വിചാരിച്ചിട്ട് ആർക്കും അങ്ങനെ. ചില കൂലിപ്പണിക്ക് പോയാൽ നിസ്കരിക്കൂല, കാരണം ചളിയാണ് മണ്ണാണെന്ന് പറഞ്ഞിട്ട്. മണ്ണും ചളിയും നജസല്ലാണ്. നമ്മൾ കുറച്ചും കൂടി കിതാബോധിയവരോടൊന്ന് ചോദിക്കാം. ഫത്വൽ മുഈനിൽ പോലും പറയുന്നത്, നിങ്ങളൊരു ചാണകക്കുഴി എന്നല്ല അതിൽ പറയുന്നത്, ചാണകക്കുഴിയിലേക്ക് വീണു എന്ന് വെക്കുക. ആ ചാണകക്കുഴിയിൽ വീണിട്ട് ഇങ്ങനെ കഴുത്ത് വരെ ചാണകമാണ്, കയ്യും കാലും ഒക്കെ ചാണകത്തിൽ, തല മാത്രം പുറത്തേക്ക്. അത് നമുക്ക് കയറാനും പറ്റുന്നില്ല, ആരും അവിടെ കയറ്റാനും ഇല്ല എങ്കിൽ നിസ്കാരത്തിന്റെ സമയം ഇങ്ങനെ പോകുന്നു എന്ന് കണ്ടാൽ ആ ചാണകക്കുഴിയിൽ നിന്ന് ഈ തല കൊണ്ട് നിസ്കരിക്കണമെന്നാണ് വിധി. ചാണകക്കുഴിയിൽ നിന്ന് വിധി അതാണ്. അവിടെ അങ്ങനെ നിസ്കരിക്കണം. അതുവരേക്കും ആ ചാണകം നജസല്ല. ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റായി, അത്രയും വലിയ കാര്യമാണ് നിസ്കാരം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ആശുപത്രിയിൽ അഡ്മിറ്റായി, അയാൾക്ക് എങ്ങനെ മൂത്രവാർച്ചക്കാരെ പോലെ മൂത്രം പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി പൈപ്പിട്ടിട്ടുണ്ട്. പക്ഷെ നിസ്കാരത്തിന്റെ നേരമായാൽ ആ മനുഷ്യൻ അവിടെ കിടന്ന് നിസ്കരിക്കണം. ആ സമയത്ത് മൂത്രം പോയാൽ പോലും നിസ്കാരം ഒഴിവാവുകയില്ല എന്നാണ് ഫിഖ്ഹിന്റെ വിധി. പിന്നെ എവിടുന്നാ നമ്മുടെ നിസ്കാരം ഓഫാക്കാൻ നമുക്ക് പറ്റുക? നിസ്കാരം ഇല്ലാതെയാക്കാൻ നമുക്ക് പറ്റുക? ഇപ്പതാ ഇന്ന് കുറെ ആൾക്കാർ ചുരിദാറും സാരിയൊക്കെ എടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇന്നത്തെ ളുഹർ അവിടുന്ന് ഇവിടെ നിസ്കരിക്കൂല. ഞങ്ങളെ കുറ്റപ്പെടുത്തല്ലോ. ഇതൊക്കെ കുടും ചതിയ. കാരണം എന്താന്ന് വെച്ചാൽ ചുരിദാറും കൊണ്ട് നിസ്കരിച്ചോ, നിസ്കാരക്കുപ്പായം തന്നെ നിസ്കാരത്തിന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫുള്ള് ശരീരം മറക്കണമെന്നേ ഉള്ളൂ. ചില പെൺകുട്ടികൾ കാണാൻ കല്യാണത്തിന്റെ ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്, ഞാൻ കുറ്റപ്പെടുത്തല്ലേ, മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ തലേന്ന് മേക്കപ്പ് മാന് വന്നിട്ടുണ്ടാവും. എന്നിട്ട് സാധു ഇടങ്ങറായി നടക്കാവും. അന്നത്തെ സുബഹില്ല, അന്നത്തെ ളുഹറില്ല, അന്നത്തെ അസറില്ല. ഇനി ഭാവിയിൽ ഈ പ്രസംഗം യൂട്യൂബിൽ വരണമെങ്കിൽ എന്റെ ഇതര സമൂഹത്തിൽപ്പെട്ട സഹോദരന്മാര് ക്ഷമിക്കുക. ഞാൻ നിങ്ങളോടല്ല പറയുന്നത്, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയോടാണ്. അപ്പൊ നമ്മൾ പുതുപന്നായി ഇറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണുകൊണ്ട് പോകാനാണ് നമുക്ക് താല്പര്യമുണ്ടാകേണ്ടത്. അതിനാണ് നമുക്ക് താല്പര്യമുണ്ടാകേണ്ടത്. ഓരോ സന്ദർഭങ്ങളിലും അങ്ങനെയാണ്. അത്രക്കും പ്രധാനപ്പെട്ടതാണ്. ഫ്ലൈറ്റിൽ ആളുകൾ പോകുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ ആളുകൾ നിസ്കരിക്കാതെ കാണങ്ങനെ പോണം. ഫ്ലൈറ്റിൽ നിസ്കരിക്കാൻ പറ്റൂല എന്നാണ് പലരുടെയും ധാരണ. അവിടെ മുസല്ലൊന്നും വിരിച്ചിട്ടൊന്നുമില്ല.
പക്ഷേ നിങ്ങൾ ഫിഖ് പഠിക്കണം, ഉലമാക്കളോട് ചോദിക്കണം. വെള്ളം അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ആ ചെറിയ ടോയ്ലറ്റിൽ ഉള്ളിൽ കയറിയിട്ട് 300 ആൾക്കാർ കൂടി ഒതുക്കാൻ പാടില്ല. പറ്റുമെന്ന് പറഞ്ഞാൽ പോലും പാടില്ല, കാരണം അത് ശരിയല്ല. കാരണം അവിടെ വെള്ളം അത്രേ ഉള്ളൂ. വെള്ളം പറ്റ കുറവായത് കൊണ്ടാണ് ഫ്ലഷ് ചെയ്യുന്നത് പോലും വെള്ളമല്ലാതെ കുറെ കാറ്റായി എയറായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് ഒതുക്കാൻ പാടേയില്ല, അത് തെറ്റാണ്. നിങ്ങൾ എത്ര വലിയ മുത്തക്കിയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് ഒതുക്കരുത്. കാരണം അത് ആ ഫ്ലൈറ്റിലെ 100-400 ആൾക്കാർക്കുള്ള വെള്ളമാണത്. അത് വഴിക്ക് വെച്ചിട്ട് ഇങ്ങനെ, ഞാൻ ഇന്നാൾ ആഫ്രിക്കയിൽ പോയപ്പോൾ 9 മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിൽ പോയത്. ഈ 9 മണിക്കൂറിൻ്റെ ഉള്ളിൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ 4 ആൾ ഒതുർത്താൽ വെള്ളം തീരൂലേ. അതുകൊണ്ട് ആ ഒതുവിനെ നമ്മൾ പോവരുത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ തയമം ചെയ്യാനാണെങ്കിൽ നമുക്ക് മണ്ണുണ്ടാവില്ല. അപ്പൊ ചെയ്യേണ്ട പണി എന്താ? നമ്മുടെ മുമ്പിലുള്ള സീറ്റിൽ ഉറക്കടിക്കൊന്നും വേണ്ട, ആ മനുഷ്യ അറിയും കൂടി വേണ്ട. മെല്ലെ ഒരു അടി അടിക്കുക, എന്നിട്ട് മുഖം തടവുക, എന്നിട്ട് നിയ്യത്ത് വെക്കേണ്ടത് എന്താ? തയമത്തിന്റെ നിയ്യത്താ. ഒരടി കൂടി അടിക്കുക, വലത്തെ കൈയും ഇടത്തെ കൈയും ഇതേപോലെ തടവുക. എന്നിട്ട് കാലൊന്നും തടവാൻ പോട്ടെ. ചില ആളുകൾ കാണാൻ ഇങ്ങനെ പിടിച്ചിട്ട് കാലൊക്കെ തടവണം. തയമത്തിന് കാല് തടവലില്ല. ഈ 2 അവയവം മാത്രം, മുഖവും മുൻകൈയും മാത്രം. എന്നിട്ട് അവിടെ ഇരുന്നോണ്ട്, ഈ ആൾക്ക് ശല്യമൊന്നും വരാതെ ഇരുന്നോണ്ട്, ഉറക്ക ഫാത്തിയോദണ്ട, ഉറക്കതാക്കണ്ട, മെല്ലെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നിസ്കരിച്ചോ. എന്തൊരു രസം ഉണ്ടാവുന്ന ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് 100-400 ആളുകൾ സഞ്ചരിക്കുമ്പോ നിങ്ങളിരുന്ന് നിസ്കരിക്കുകയാണ്. അള്ളാഹ്ക്ക് എത്രമാത്രം ഇഷ്ടമായിരിക്കും അത്. വായുലോകത്തിലൂടെ പോകുന്ന ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ജഗനിയന്താവായ തമ്പുരാൻ എത്രമാത്രം സന്തോഷത്തോടെ ആയിരിക്കും നോക്കുക. ഞാനിപ്പോ ഞാനും എൻ്റെ 2 മക്കളും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ വന്നു, ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റും. എന്നിട്ട് ഓലും പിന്നെ തുടങ്ങിയ നിസ്കാരം ഇങ്ങനെ പോവാൻ. എന്നിട്ട് അവിടെ പോയിട്ട് ദുബായിൽ പോയിട്ട് ദുഹൂർ അസറും കൂടി കളാക്കുക. ചില സുബഹി നിസ്കാരം